ഗുജറാത്തിലെ മോർബി ഡിസ്ട്രിക്റ്റിൽ ഒരു വില്ലേജ് ഉണ്ട്, വഗാസിയ. അതിനോട് ചേർന്നാണ് നാഷണൽ ഹൈവേ 8 പോകുന്നത്. ഈ നാഷണൽ ഹൈവേക്ക് വഗാസിയയിൽ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. ടോൾ ബൂത്തിന്റെ വലതുവശത്തായിട്ട് വൈറ്റ് ഹൗസ് ടൈൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഒരു ടൈൽ ഫാക്ടറി ഉണ്ട്. ആ ഗ്രാമത്തിന്റെ സർപഞ്ചായ ധർമ്മേന്ദ്ര സിംഗ് ജാലയും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും ചേർന്ന് ഒരു ഐഡിയ പാസാക്കി. ഫേക്ക് ടോൾ ബൂത്ത്. ഹൈവേയുടെ 2 സൈഡുമായി അവർ ഫേക്ക് ടോൾ ബൂത്ത് സ്ഥാപിച്ചു. ഈ ടോൾ ബൂത്ത് വഴി പോകുന്നവർക്ക് ഗവൺമെന്റിന്റെ ഒഫീഷ്യലായ മെയിൻ ടോൾ ബൂത്തിൽ കയറാതെ തന്നെ പോകാൻ സാധിക്കും. ആദ്യത്തെ ടോൾ ബൂത്ത് വലതുവശത്തായി ഫാക്ടറിയുടെ സൈഡിലും രണ്ടാമത്തേത് ഇടതുവശത്തായി വാട്ടർ ടാങ്കിന്റെ അടുത്തും സ്ഥാപിച്ചു. ഈ 2 ടോൾ ബൂത്തിന്റെ അടുത്തും കുറച്ച് ആളുകളെ നിർത്തി. ഈ ആളുകൾ വണ്ടി തടഞ്ഞ് മെയിൻ ടോൾ ബൂത്തിനെ അപേക്ഷിച്ച് 50% ടോൾ കുറച്ചു വാങ്ങി ഈ വഴികളിലൂടെ കടത്തിവിടുന്നു. അതായത് രണ്ടുപേർക്കും ലാഭം എന്ന രീതിയിൽ വാഹന ഉടമകൾക്ക് മെയിൻ ടോൾ ബൂത്തിനെ അപേക്ഷിച്ച് പൈസ കുറവിൽ ഈ വഴി യാത്ര ചെയ്യാവുന്നതാണ്. 5 പേരടങ്ങുന്ന സംഘം ഏകദേശം 12 വർഷത്തോളം ഈ ടോൾ ബൂത്ത് നടത്തുകയും വാഹന ഉടമകളിൽ നിന്ന് 75 കോടി രൂപയോളം സമാഹരിച്ചതുമായി കണ്ടെത്തി. ഈ ടോൾ ബൂത്ത് പോലീസ് നിർത്തലാക്കിയതോടെ മെയിൻ ടോൾ ബൂത്തിൽ ഡെയിലി 1500 വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയും വരവിൽ 5 ലക്ഷം രൂപയുടെ വർധനവ് ഉണ്ടാവുകയും ചെയ്തു. ഇത്ര വലിയ സ്കാം നടന്നിട്ടും ആ വില്ലേജിലെ ആളുകൾ ഇദ്ദേഹത്തെ എതിർക്കാതെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം എന്തെന്നാൽ അതിൽ നിന്നുള്ള വരുമാനം മിസ്യൂസ് ചെയ്യാതെ ആ ഗ്രാമത്തിലുള്ളവർക്ക് ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടും 4 അമ്പലങ്ങളും അദ്ദേഹം പണി നൽകി. മാത്രമല്ല ദരിദ്ര കുടുംബത്തിലെ കല്യാണങ്ങളും മറ്റും ഇദ്ദേഹം ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.